നമ്മൾ 2 ദിവസം മുമ്പ് കണ്ണ് ഔട്ട്ലൈൻ ഇടുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിനുശേഷം കണ്ണ് ഷെയ്ഡിങ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കണ്ണ് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. ഇവിടെ എൻ്റെ പെൻസിലിൻ്റെ പിടിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് ഇറക്കിയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെൻസിൽ ഉപയോഗിച്ച് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ലെവൽ കഴിഞ്ഞിട്ട് അത് കൺഫേം ചെയ്തിട്ട് മാത്രം ബ്ലെൻഡിങ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മായ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല ലൈറ്റായിട്ടുള്ള ഈവൻ ആയിട്ടുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള ഷാഡോസ് എല്ലാം നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ബ്ലെൻഡിങ് സ്റ്റംപ് ഇല്ലാതെ ടിഷ്യൂ പേപ്പറും ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. മൊത്തത്തിൽ ഒരു ലാർജ് ഏരിയ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ, സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ ടിഷ്യൂ പേപ്പർ തന്നെയാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി ഒഴിച്ചിട്ടുള്ള വൈറ്റ് കളറുള്ള ഭാഗം അതിൽ ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ടാവും. അതുകൂടാതെ കൺപോളയുടെ ഷാഡോസ് എല്ലാം അതിൻ്റെ മുകളിൽ വീഴും. ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് കൃഷ്ണമണിയുടെ ആ ഒരു മിഡിൽ ടോൺ വരെ നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്ത് നിർത്തുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാർക്കസ്റ്റ് ഷെയ്ഡിങ് പെൻസിൽ എടുക്കുക. അത് വെച്ചിട്ട് കണ്ണിൻ്റെ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഷെയ്ഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ്. ഏറ്റവും കൂടുതൽ ഡീറ്റെയിലിംഗിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ കണ്ണിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ ലൈൻസ് നമ്മൾ ഇടുന്നുണ്ട്. അത് ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തിടുന്നുണ്ട്. ഐലാഷസിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അതിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും. വളർന്ന് മുകളിലോട്ട് വരുന്തോറും കട്ടി കുറവായിരിക്കും. അപ്പോൾ ഞാൻ ആ മോണോസിയർ ഇറേസർ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽ എല്ലാം കൊടുക്കുന്നത്. ഐലാഷസ് എങ്ങനെയാണ് വരച്ച് അതിന്റെ സെയിം മെത്തേഡ് തന്നെയാണ് ഐബ്രോസ് വരയ്ക്കുന്നത്. അടുത്ത ടൂൾ നമ്മൾ യൂസ് ചെയ്യാണ് ചാർക്കോൾ പെൻസിൽ. അപ്പോൾ കുറച്ചും കൂടി ബ്ലാക്ക് ആയിട്ടുള്ള ഷെയ്ഡ് നമുക്ക് കിട്ടും. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.